72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പുന്നമടക്കായൽ ഒരുങ്ങിയിരിക്കുകയാണ്. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം. 22 ചുണ്ടനുകൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, M ലിജു, PC വിഷ്ണുനാഥ് എന്നിവർ പങ്കെടുക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. ആദ്യ 4 ഹീറ്റ്സിൽ 4 വീതവും 5-6 ഹീറ്റ്സുകളിൽ 3 വീതവും വള്ളങ്ങൾ മത്സരിക്കും. നെഹ്റു ട്രോഫി ജലോത്സവം പ്രമാണിച്ച് ഇന്ന് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി നൽകി. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയ പ്രകാരം തന്നെ നടക്കും. അവിടെ നിന്നുമുള്ള കാഴ്ചകളുമായി ശരണ്യാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ശരണ്യ, കേരളീയരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലുള്ളവരെ സംബന്ധിച്ച് വലിയ ആവേശത്തിന്റെ ഒരു ദിനമാണിന്ന്. പുന്നമടയിൽ നിന്ന് എന്തൊക്കെയാണ് കാഴ്ചകൾ? വലിയ തിരക്കുണ്ടോ? കാലാവസ്ഥയൊക്കെ അനുകൂലമാണോ? ഏറ്റവും ആവേശകരമായ കാഴ്ചകളിലേക്ക് അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ മാറും. പ്രത്യേകിച്ച് പുന്നമട മാറുമെന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നിലവിലൊരു ശാന്തമായ ഒരു അവസ്ഥയാണ്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോവുകയാണെങ്കിൽ വലിയ ആവേശകരമാണ് ആലപ്പുഴ വള്ളംകളി. പ്രത്യേകിച്ച് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം എന്ന് തന്നെ പറയാം. ജലമേളയുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടത്തുന്നത് മുഖ്യമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത്തവണ അതിഥിയായി എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി 72ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഇതാണ് ഏറ്റവും ആവേശം. അതായത് 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള 70-ലധികം വള്ളങ്ങൾ മത്സരിക്കുന്ന ഒരു മത്സരമാണിത്. അതിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം തന്നെയാണ് ഏറ്റവും ആവേശകരമായി പോകുന്നതും. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഉദ്ഘാടനവും നടക്കുക ഉച്ചയോട് കൂടിയാണ്. ഈ നമ്മൾ കാണുന്ന എനിക്ക് പിന്നാമ്പുറത്തേക്കുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ചുണ്ടൻ വള്ളങ്ങൾ നിരന്നുകൊണ്ടുള്ള ഒരു ആവേശകരമായ ജലമാമാങ്ക കാഴ്ചകളായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകാൻ കഴിയുക. അതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കുട്ടനാടിന്റെ ഏറ്റവും വലിയ ആവേശമായി മാറുകയും പിന്നീട് കായിക ലോകത്താകെ ശ്രദ്ധേയമാവുകയും ചെയ്തിട്ടുള്ള ജലമേള. ഏറ്റവും അധികം കായിക താരങ്ങൾ ഒരു ഇവന്റിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുള്ള ജലമേള. അതാണ് നെഹ്റു ട്രോഫി. ലോകത്ത് മറ്റെവിടെയും കാഴ്ചവെക്കാൻ കഴിയാത്ത മനോഹരമായ ഒരു കായിക ഇനം എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ വർഷവും വലിയ ആവേശത്തോടു കൂടിയാണ് നടക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ജലമേള നടക്കുന്നതെങ്കിൽ ഇത്തവണ ഓണത്തിന് തൊട്ട് മുമ്പ് എന്നുള്ളത് ആളുകൾ വലിയ ആവേശം ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ജനനിബിഡമാകും ഫിനിഷിംഗ് പോയിന്റിലെ പവലിയൻ. സ്റ്റാർട്ടിംഗ് തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള ആ ഒരു ഇരിപ്പിടങ്ങൾ മുഴുവൻ, അത് നമുക്കറിയാം. ഇവിടെ ടിക്കറ്റ് വിറ്റിട്ടുള്ള പവലിയനുണ്ട്. അതിനപ്പുറത്തേക്ക് തെങ്ങിന്റെ മുകളിൽ വരെ ആളുകൾ കാഴ്ചക്കാരായി ഉണ്ടാകും എന്നുള്ളതാണ്. അത്ര കുട്ടനാട്ടുകാരെ സംബന്ധിച്ച്, ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വലിയ നെഞ്ചോട് ചേർത്ത് വെൽക്കുന്ന ഒരു ദിവസം എന്ന് തന്നെ എന്ന് പറയാം. അവരുടെ ആഘോഷ ദിവസമാണ്. കാർഷിക വൃത്തിയിൽ നിന്ന്, നേരത്തെയൊക്കെ പറഞ്ഞാൽ കാർഷിക വൃത്തിയിൽ നിന്നൊക്കെ മാറി അവരുടെ ഒരു ഉത്സവകാലം തുടങ്ങുന്നതിന്റെ ആഘോഷമായിട്ടാണ് ഈ രീതിയിൽ ജലമേള ആഘോഷിച്ചു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് എല്ലാവരും ഏറ്റെടുത്ത് വിവിധയിടങ്ങളിൽ നിന്ന്, സംസ്ഥാനത്ത് മാത്രമല്ല ഇന്റർനാഷണൽ ടൂറിസം രംഗത്ത് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു ഇവന്റായി നെഹ്റു ട്രോഫി ജലമേള മാറി എന്നുള്ളതാണ്. ഇത്തവണ കൃത്യമായി, അതായത് കഴിഞ്ഞ കുറേ നാളുകളായി കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല വെല്ലുവിളികളും നേരിട്ടിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് പിന്നീട് വള്ളംകളി നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. തീരുമാനിച്ച തീയതിക്ക് തന്നെ നെഹ്റു ട്രോഫി ജലമേള നടക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ സാധാരണ വള്ളംകളി ദിവസം മഴ പെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ചൂട് ആണ് അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വള്ളംകളി കാണാൻ എത്തുന്നവരൊക്കെ ഇന്നും അന്തരീക്ഷത്തിന് വലിയ മാറ്റമുണ്ടാവുമെന്നും തോന്നുന്നില്ല. അപ്പോൾ വള്ളംകളി കാണാൻ എത്തുന്നവരൊക്കെ ആ ഒരു തയ്യാറെടുപ്പോട് കൂടി എത്തുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം നല്ല ചൂട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടക്കം ഈ പവലിയനെ സംബന്ധിച്ചൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ക്രമീകരണങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഭംഗിയായി തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. മഴ പെയ്താൽ കുറച്ചുകൂടി ആവേശം വള്ളംകളിക്ക് കൂടുമെന്നുള്ളതാണ്. മഴയ്ക്ക് മുന്നേ തുഴയെറിയുന്നവരാണ് കുട്ടനാട്ടുകാർ എന്ന് തന്നെ പറയാം. 22 ചുണ്ടൻ വള്ളങ്ങളാണ്. അതിൽ പേരുകേട്ട ക്ലബ്ബുകളുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി വന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്ന തുടക്കക്കാരുണ്ടാകും, ചുണ്ടന്മാരുണ്ടാകും. അപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രവചനാതീതമായി ചിലർ പാരമ്പര്യം കൊണ്ട് വരുന്നവരുണ്ടാകും. പക്ഷേ തുടക്കത്തിന് ആത്മവിശ്വാസത്തിൽ എത്തുന്നവരുണ്ടാകും, പരാതികളുണ്ടാകും, പരിഭവങ്ങളുണ്ടാകും, ഏറ്റവും ഒടുവിൽ സന്തോഷമുണ്ടാകും. അങ്ങനെയാണ് നെഹ്റു ട്രോഫി മുന്നോട്ട് പോകുന്നത്. അത് വൈകിട്ട് ഒരു 6:30 വരെ വളരെ ആവേശത്തോടു കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും.
ശരി ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. വരും മണിക്കൂറുകളിൽ നമുക്ക് അവിടെ നിന്നുമുള്ള കൂടുതൽ കാഴ്ചകൾ കാണാം.